നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായ രീതിയിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കൃത്യം 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തിത്തുടങ്ങി. എല്ലാ ബൂത്തുകളിലും കൃത്യമായി തന്നെ വോട്ടെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോളിംഗ് ശതമാനം ഉച്ചയ്ക്ക് 1:30 വരെയുള്ള കണക്കുകൾ ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ 48.19% പോളിംഗ് ആണ് ഇപ്പോൾ 1:30 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വോട്ടെടുപ്പ് ആരംഭിച്ച് 6.5 മണിക്കൂർ പിന്നിടുമ്പോഴുള്ള ഒരു കണക്കാണ് ഇത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 49.42%, വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ 48.32%, ഏറനാട് നിയോജക മണ്ഡലത്തിൽ 50.32% ഒരു ഉച്ചയ്ക്ക് 1:30 വരെയുള്ള പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നത്. 2021 വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് 75.05%, ഏറനാട് നിയോജക മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് 79.69%. 2025 നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തത് 75.27%. അപ്പോൾ ഇത്തവണ ഉച്ചവരെ പിന്നിടുമ്പോൾ തന്നെ സാമാന്യം 50% അടുക്കുകയാണ് നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം. ഏറനാട് മണ്ഡലത്തിൽ 50 പിന്നിട്ടിരിക്കുന്നു. ഏറനാട് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലും വലിയ പോളിംഗ് ആണ്, 79% രേഖപ്പെടുത്തിയത്. നിലമ്പൂരിലും വണ്ടൂരിലും എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം മറികടക്കുമോ എന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം വൈകുന്നേരം 6 മണി വരെ വോട്ടെടുപ്പുണ്ട്. ഇപ്പോഴും പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ നീണ്ട ക്യൂ ആണ് കാണാൻ കഴിയുന്നത്. നിലമ്പൂരിലെ മിക്ക ബൂത്തുകളിലും സ്ത്രീകളുടെ ഒരു വലിയ സാന്നിധ്യമാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. ബൂത്തുകളുടെ മുൻപിൽ സ്ത്രീകൾ കൂടുതലായി വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. പുരുഷന്മാരുടെ നിര സാമാന്യം കുറവാണ്. നമ്മൾ വിവിധ ബൂത്തുകളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് പ്രമുഖ സ്ഥാനാർത്ഥികളടക്കമുള്ള ആളുകൾ വോട്ടുകൾ ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് രാവിലെ കുടുംബത്തോടൊപ്പം നിലമ്പൂർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 184 നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു പതിവ് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു രീതിയാണ് ആര്യാടൻ ഷൗക്കത്തിന് കുടുംബത്തോടൊപ്പം എത്തി. പിതാവ് ആര്യാടൻ മുഹമ്മദുള്ള കാലത്ത് അദ്ദേഹത്തോടൊപ്പമാണ് വോട്ട് ചെയ്യാൻ എത്തുക. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇല്ല. ഉമ്മ മറിയുമ്മയോടൊപ്പമാണ് വോട്ട് ചെയ്യുവാൻ കുടുംബം, മക്കളും ഭാര്യയും അടക്കമുള്ള സകുടുംബമായാണ് ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യുവാൻ എത്തിയത്. 184 നമ്പർ ബൂത്തിൽ സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തി. നിലമ്പൂരിൽ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിൽ UDFന് വിജയം നേടാനാകുമെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. അത്രയേറെ ആത്മവിശ്വാസം തനിക്ക് ഉണ്ട് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആളുകൾ സ്ലിപ്പൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് പണ്ടില്ലാത്തത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലിയിൽ ലഭിക്കാൻ പോകുന്നു. കാരണം ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആദ്യത്തെ മത്സരം ഉണ്ടായത് 1965-ലാണ്. 65 ഉണ്ടായി ഈ നിയോജകമണ്ഡലം ഉണ്ടായതിനു ശേഷം ഏറ്റവും ഒരു അസംബ്ലി സ്ഥാനാർത്ഥിക്ക്, ഞാൻ പാർലമെന്റ് അല്ല പറയുന്നത്, അസംബ്ലി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം അതിനേക്കാളും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. UDF സ്ഥാനാർത്ഥിയായി എനിക്ക് ലഭിക്കും. കാരണം അത്രമാത്രം ജനങ്ങൾ അത് ആവശ്യമാണ് ഇന്ന് നിലമ്പൂരിലും കേരളത്തിലും എന്ന രൂപത്തിലാണ് ആളുകൾ നിൽക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും വളരെ എന്തായാലും 10 വർഷത്തെ LDF ഭരണം മാറ്റണം, മാത്രമല്ല നിലമ്പൂരിൻ്റെ വികസന വളർച്ചയ്ക്ക് കേരളത്തിലും UDF വരണം, നിലമ്പൂരിലും UDF വരണം എന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ U ഷറഫ് അലി, അദ്ദേഹം അരീക്കോട് തെരട്ടമ്മൽ സ്വദേശിയാണ്. അദ്ദേഹം തെരട്ടമ്മൽ UP സ്കൂളിലാണ് രാവിലെ വോട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏറനാട് മണ്ഡലമാണ്, അവിടെയാണ് വോട്ട് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം നിലമ്പൂരിലെത്തി വിവിധ ബൂത്തുകളിലും വോട്ടെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെ സന്ദർശിച്ചു. ബൂത്ത് ഏജന്റുമാരുടെ പ്രത്യേക ഇടങ്ങളിലൊക്കെ പോയി അദ്ദേഹം സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട് കാരക്കോട്, വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ കാരക്കോട് രാമാനന്ദ മെമ്മോറിയൽ UP സ്കൂളിലെ
14-ാം നമ്പർ ബൂത്തിലാണ് കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശേഷം വിവിധ പഞ്ചായത്തുകളിലെ പോളിംഗ് ബൂത്തുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ബൂത്തുകളിലും അദ്ദേഹം എത്തി വോട്ടർമാരെ കാണുന്നു. അവിടുത്തെ വോട്ടെടുപ്പ് നടപടികൾ എല്ലാം വിലയിരുത്തിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഉപതെരഞ്ഞെടുപ്പിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ LDF-ന്റെ സ്ഥാനാർത്ഥിയുമായിരുന്ന M. സ്വരാജ് അദ്ദേഹം നിലമ്പൂർ നഗരസഭയിലെ മാങ്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 202-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ പിതാവിനോടൊപ്പം എത്തിയാണ് അദ്ദേഹം ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയത്. ഇവിടെ വലിയ തിരക്കില്ലാത്തൊരു ബൂത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ 202-ാം ബൂത്ത്. രാവിലെ അദ്ദേഹം എത്തുമ്പോൾ അവിടെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ സാധിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഒരു തുടർ ഭരണം ഉണ്ടാകുമെന്നും സാഹചര്യങ്ങൾ അനുകൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിലും കേരളത്തിൻ്റെ ആ ഒരു ആകെയുള്ള LDF തരംഗം നിലമ്പൂരിലും ആവർത്തിക്കുമെന്നും M. സ്വരാജ് വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. നല്ല പ്രതീക്ഷയാണ്. മികച്ച വിജയം നേടും കേരളത്തിൽ എല്ലായിടത്തും. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴത്തെ ഒരു വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണമെന്നാണ് ആഗ്രഹിക്കുക. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ് കുറച്ച് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഓക്കെ. അല്ല, വിവാദങ്ങൾ ഇപ്പോൾ എനിക്കറിഞ്ഞൂടാ. മറ്റേ ജനങ്ങൾ വിവാദങ്ങൾ താല്പര്യപ്പെടുക്കും. ഇന്നിപ്പോൾ കേൾക്കുന്ന പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നതാണ് അല്ലേ? അങ്ങനെയല്ലേ വാർത്ത? അതാണ്, അങ്ങനെയാണ് കേട്ടത്. അപ്പോൾ അതെല്ലാം തെരഞ്ഞെടുപ്പിൽ UDF-നെയാണ് ബാധിക്കുക, ദോഷകരമായിട്ട് ബാധിക്കുക. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ജനങ്ങൾക്ക് താല്പര്യം വിവാദങ്ങളല്ല, വികസനവും ക്ഷേമവുമാണ്. അത് ഉറപ്പുവരുത്തുന്നതാണ് LDF-ന്റെ ജനങ്ങൾ പിന്തുണയ്ക്കാനുള്ള കാരണം. നിലമ്പൂരിൽ തീർച്ചയായും കേരളത്തിൽ നിന്ന് വേറിട്ട് നടക്കുന്ന ഒരു നാടല്ലല്ലോ നിലമ്പൂർ. നിലമ്പൂരിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു പൊതു സ്വതന്ത്രനാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനും ജയിക്കാനും കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ UDF-ന്റെ സ്ഥാനാർത്ഥി AP അനിൽകുമാർ അദ്ദേഹം മലപ്പുറത്താണ്, മലപ്പുറം സ്വദേശിയാണ്. മലപ്പുറം MSP LP സ്കൂളിലെ 147-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ശേഷം വണ്ടൂർ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തി. മലപ്പുറത്തെ 147-ാം നമ്പർ ബൂത്തിൽ AP അനിൽകുമാർ വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനുള്ള വലിയൊരു തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് AP അനിൽകുമാർ പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ വണ്ടൂരിലും സംസ്ഥാനത്തിലും UDF അധികാരത്തിൽ വരുമെന്നും AP അനിൽകുമാർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു. 10 വർഷമായിട്ട് ഉള്ള ഈ ഭരണത്തിന് അവസാനം കുറിക്കാനുള്ള ജനങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹത്തിന്റെ സബലീകരണമാണ് ഈ ഭരണം അവസാനിച്ചേ മതിയാകൂ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് കേരളത്തിലെ UDF മാത്രമല്ല, LDF-ഉം ഇന്ന് UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം അത് ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും. എല്ലാ രീതിയിലും രണ്ട് ഗവൺമെന്റുകളും, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരാതിരിക്കാൻ BJP-യും CPM-ഉം ഒരുമിച്ച് നീങ്ങിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അതിനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ നേരിടും. ഏത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ടുള്ള വിജയമായിരിക്കും, UDF-ന് അനുകൂലമായ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഒപ്പം മറ്റ് പ്രമുഖ നേതാക്കളെല്ലാം PV അബ്ദുൾ വഹാബ് നിലമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ VS ജോയ് ഞെട്ടിക്കുളത്ത് അദ്ദേഹത്തിന്റെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം തവനൂർ മണ്ഡലത്തിലേക്ക് പോയി. TP അഷറഫ് അലി എടക്കരയിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അങ്ങനെ എല്ലാ ആളുകളും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും മറ്റ് മണ്ഡലങ്ങളിൽ ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും എല്ലാവരും അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് ഉള്ളത്. സാമാന്യം നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പിനോട് മണ്ഡലങ്ങളിലെ വോട്ടർമാർ പ്രതികരിക്കുന്നുണ്ട്. പോളിംഗ് ശതമാനം ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഉയരുമോ എന്നത് നമുക്ക് 6 മണിക്ക് ശേഷം മാത്രമേ കൃത്യമായി വിലയിരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ.